ഇസ്ലാമാബാദ് ബോംബാക്രമണത്തിൽ പാകിസ്ഥാൻ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ. സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പാകിസ്ഥാൻ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അർജുൻ, എന്തൊക്കെയാണ് ഇന്ത്യയുടെ പരാമർശങ്ങൾ, വിവരങ്ങൾ? ഭവ്യ, അല്പം മുൻപാണ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ തന്നെ പാകിസ്ഥാന്റെ എല്ലാ ആരോപണങ്ങളും തള്ളുന്നു, നിഷേധിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആക്രമണത്തെ, ഇസ്ലാമാബാദിലെ ബോംബ് ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ തോതിൽ ആൾനാശം സംഭവിച്ചിരിക്കുന്നത്, ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്, അതിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബോംബ് സ്ഫോടനത്തിന് ഇന്ത്യയാണ് കാരണം എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. യാതൊരുവിധ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലാതെ സ്വന്തം രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രധാനമായിട്ടും ഭീകരതയ്ക്ക് പാകിസ്ഥാൻ തന്നെ വളമിടുന്ന ഒരു രാജ്യമാണെന്ന ആരോപണങ്ങൾ പലതവണ ഇന്ത്യ മുന്നോട്ട് വെച്ചതാണ്. ആ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാതെ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളെ എല്ലാം തന്നെ കുറ്റപ്പെടുത്തുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ എന്തായാലും ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയാണ് ഈ സ്ഫോടനത്തിന്, ഈ ചാവേർ ആക്രമണത്തിന് കാരണമെന്നുള്ളൊരു ആരോപണം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരുന്നു. അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണ് എന്തായാലും ഇന്ത്യ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ഒമാനിൽ അമേരിക്കയുമായുള്ള രണ്ടാം ഘട്ട പ്രതിനിധി ചർച്ച അവസാനിച്ചതായി ഇറാൻ. ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നതെന്ന് ഇറാൻ. അമേരിക്ക ഇറാൻ പ്രതിനിധികളുടെ ചർച്ച ഒമാന്റെ മധ്യസ്ഥതയിലാണ് നടന്നത്. ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്ന യുദ്ധം ഒഴിവാക്കുകയാണ് ഒമാനിൽ നടക്കുന്ന ചർച്ച ലക്ഷ്യമിട്ടത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒമാൻ വിദേശകാര്യമന്ത്രി വഴി അഭിപ്രായങ്ങൾ അറിയിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കഷ്ണറുമാണ് അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ പ്രതിനിധി സംഘവും ചർച്ചയിൽ പങ്കെടുത്തു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമാദ് അൽ ബുസൈദിയുമായി ഇരു നേതാക്കളും ആദ്യ 2 വട്ട ചർച്ചകൾ പൂർത്തിയാക്കിയപ്പോൾ ശുഭപ്രതീക്ഷയുണ്ടെന്ന് ഇറാൻ അറിയിച്ചു. എന്നാൽ നിർണായക വിഷയങ്ങളിൽ സമവായമായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ആണവ ചർച്ചയ്ക്കപ്പുറം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും തീവ്രവാദ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവും ചർച്ച ചെയ്യണമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. എന്നാൽ ഇറാൻ വിയോജിപ്പറിയിച്ചു. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ തയ്യാറാകണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിലും ഇറാന് എതിർപ്പുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്ത സമ്മേളന പ്രമേയം. രാഷ്ട്രീയ ഇസ്ലാം എന്നത് അപകടകരമായ ആശയം. മൗദൂദി ആശയങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. ഇത്തരം വിഘടന ചിന്തകളെ പ്രതിരോധിക്കണമെന്നും സമ്മേളന പ്രമേയത്തിൽ പറയുന്നു. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്? ഭവ്യ, കാസർഗോഡ് കുണിയയിൽ ചേരുന്ന സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഇപ്പോൾ ഈ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയാണ് പ്രമേയത്തിൽ കാര്യങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ ഇസ്ലാം എന്നത് അപകടകരമായ ആശയമാണെന്ന പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൗദൂദി ചിന്ത യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഒപ്പം പാൻ ഇസ്ലാമിക് തീവ്ര ചിന്തക്കെതിരെ ജാഗ്രത വേണമെന്നാണ് പ്രധാനമായും ഈ സമ്മേളനം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മതരാഷ്ട്രവാദം ഒളിച്ചു കടത്തുന്ന വൈകാരിക പ്രകടനങ്ങളിലൂടെ രാഷ്ട്രീയ ഇസ്ലാം എന്ന അപകടകരമായ ആശയം അത് മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. മൗദൂദിസ്റ്റ് വിചാരധാരകൾ ഗൗരവകരമായ കാര്യമാണെന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ചില നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ചില മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള ഭൗതികപരമായ കടന്നുകയറ്റം ഉണ്ടാവുന്നതെന്നും സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള അജണ്ടകൾ തിരിച്ചറിയണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം വിഘടന ചിന്തകളെ പ്രതിരോധിക്കണമെന്നാണ് ഈ സമ്മേളനത്തിൽ പറയുന്നത്. ഈ സമ്മേളനം ഉയർത്തുന്ന ഈ ഒരു പ്രമേയം അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതിയ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആ യാത്രയ്ക്ക് മുന്നോടിയായി ജമാഅത്ത് ഇസ്ലാമിയുമായി യാതൊരു തരത്തിലുള്ള ഭിന്നിപ്പും ആവശ്യമില്ല, ജമാഅത്ത് ഇസ്ലാമിയെ അവരെ അവഗണിച്ചു നിർത്തേണ്ട ആവശ്യമില്ല എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് സമസ്ത ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. UDF-നുള്ളിൽ വലിയ ചർച്ചകൾക്കും ഭിന്നിപ്പിനും ഇത് കാരണമായേക്കാം. മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് ഈ സമസ്ത. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഈ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതൊക്കെ ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ ഇതിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. ഭവ്യ, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.
സൗദിയിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശി വനിതകളുടെ പങ്കാളിത്തം റെക്കോർഡ് നേട്ടത്തിലെത്തിയതായി തൊഴിൽ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. 2025 അവസാന പാദത്തിലെ കണക്കുകൾ പ്രകാരം 1.33 കോടിയിലധികം പേർ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ സ്വദേശി ജീവനക്കാരുടെ എണ്ണം 25 ലക്ഷം കടന്നു. ഇതിൽ 10 ലക്ഷത്തിലധികം പേർ വനിതകളാണ്. സൗദി തൊഴിൽ മേഖലയിൽ പ്രകടമാകുന്ന വലിയ മാറ്റങ്ങളുടെ കണക്കുകളാണ് മാനവശേഷി മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2025 ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ആകെ ജീവനക്കാരുടെ എണ്ണം 1,33,25,282 ഇതിൽ ഭൂരിഭാഗവും വിദേശ തൊഴിലാളികളാണെങ്കിലും സ്വദേശി ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട്. ആകെ ജീവനക്കാരിൽ 25,73,621 പേർ സൗദി പൌരന്മാരാണ്. അതായത് സ്വകാര്യ മേഖലയിലെ 1/5 ജീവനക്കാരും ഇപ്പോൾ സ്വദേശികളാണ്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദി വനിതകളുടെ എണ്ണമാണ് റിപ്പോർട്ടിലെ ശ്രദ്ധേയമായ കാര്യം. ആകെ സൗദികളിൽ 41.74% വനിതകളാണ്. 10,74,355 സൗദി വനിതകൾ ഇപ്പോൾ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നു. വിഷൻ 2030 ഭാഗമായി നടപ്പിലാക്കിയ സ്വദേശിവൽക്കരണ പദ്ധതികളും സ്ത്രീ ശാക്തീകരണ നയങ്ങളും തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മൊത്തം തൊഴിലാളികളിൽ 1,07,51,661 പേർ വിദേശികളാണ്. സ്വദേശിവൽക്കരണ പദ്ധതികൾ ഇനിയും സജീവമായി മുന്നോട്ടു പോകുമെന്നാണ് റിപ്പോർട്ട്. 24 ജിദ്ദ. കൊച്ചിൻ റിഫൈനറിയിൽ റോഡ് റോളർ ശരീരത്തിൽ കയറി ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ബീഹാർ സ്വദേശി ജാവേദ് അൻസാരിയാണ് മരിച്ചത്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ വിവരങ്ങളുമായി ചേരുന്നു. ലിഡിയ, ഏറെ ദാരുണമായ വാർത്തയാണ്. വിവരങ്ങൾ. അവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ദാരുണമായിട്ടുള്ള വാർത്തയാണ്. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിൻ റിഫൈനറിയിൽ അപകടമുണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ബീഹാർ സ്വദേശി ജാവേദ് അൻസാരിയാണ് മരിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന കരാർ ജീവനക്കാരനാണ് ജാവേദ്. ഈ റിഫൈനറിയിൽ പണി നടക്കുന്നതിന്റെ പുതിയ പ്ലാന്റിൽ പണി നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഈ റോഡ് റോളർ നന്നാക്കുന്നതിനിടയിൽ റോഡ് റോളറിന്റെ അടിയിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ശരി, ലിഡിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യ സന്ദർശനം നാളെ. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി മലേഷ്യയിലെത്തുന്നത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം, സാമ്പത്തിക സാങ്കേതികവിദ്യ തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ചർച്ചകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. 10ാമത് ഇന്ത്യ മലേഷ്യ CEO ഫോറത്തിലും മോദി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും ബിസിനസ് തലവന്മാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇത് 3ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യ സന്ദർശിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് സേനകൾ മാറ്റുരയ്ക്കുന്ന UAE സ്വാറ്റ് ചലഞ്ചിന് നാളെ തുടക്കമാകും. ദുബായ് അൽ റുവയ്യ ട്രെയിനിംഗ് സിറ്റിയിലാണ് സ്വാറ്റ് ചലഞ്ച് നടക്കുക. 49 രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസ് സേനകൾ ചലഞ്ചിന്റെ ഭാഗമാകും. അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നിന്നായി 49 രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസ് ടീമുകളാണ് ദുബായ് സ്വാറ്റ് ചലഞ്ചിന്റെ ഭാഗമാകുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ 5 തരം ചലഞ്ചുകളാണുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ മത്സരക്ഷമതയും വൈദഗ്ധ്യവും പ്രോത്സാഹിപ്പിക്കലാണ് ചലഞ്ചിന്റെ ലക്ഷ്യം. വിജയികളെ കാത്തിരിക്കുന്നത് $2,60,000 സമ്മാനങ്ങൾ. UAE-യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്നത്. ആകെ 15 സംഘങ്ങൾ. ചൈനയിൽ നിന്ന് 6 ടീമുകളും അമേരിക്കയിൽ നിന്ന് 3 ടീമുകളും മത്സരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരു സംഘമാണ് മാറ്റുരയ്ക്കാനെത്തുന്നത്. ഹോസ്റ്റേജ് റെസ്ക്യൂ, അസോൾട്ട് ചലഞ്ച്, ഓഫീസർ റെസ്ക്യൂ, ടവർ ചലഞ്ച്, ഒബ്സ്റ്റക്കിൾസ് കോഴ്സ് എന്നിങ്ങനെ 5 ചലഞ്ചുകളാണ് ആകെയുള്ളത്. എത്രയും വേഗത്തിൽ ചലഞ്ചുകൾ പൂർത്തിയാക്കുന്ന ടീം ജയിക്കും. അതിവേഗത്തിൽ ഓരോ ചലഞ്ചുകളും തീർക്കാനായി നൂതന ട്രിക്കുകളാണ് ടീമുകൾ പുറത്തെടുക്കുന്നത്. ഇത്തരം കഴിവുകളുടെ പ്രദർശനവും ഒപ്പം ആശയ കൈമാറ്റവുമാണ് സ്വാറ്റ് ചലഞ്ചിന്റെ പ്രത്യേകത. 24 ദുബായ്. മെന്റലിസ്റ്റ് ആദ്യം അവതരിപ്പിക്കുന്ന ഇൻസോംനിയ GCC ടൂറിന് നാളെ തുടക്കമാകും. അബുദാബി നാഷണൽ തിയേറ്ററിലാണ് ആദ്യ ഷോ. 24ഉം ഫ്ലവേഴ്സുമാണ് ഷോയുടെ ചാനൽ പാർട്ട്നേഴ്സ്. പെരുന്നാളിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ ഷോസ് ചെയ്യുമെന്ന് ആദി 24നോട് പറഞ്ഞു.
പ്രവാസി മനസ്സിന്റെ പൂട്ട് തുറക്കാൻ മെന്റലിസ്റ്റ് ആദി UAE-ലെത്തുന്നു. നിക്കായ് അവതരിപ്പിക്കുന്ന ഇൻസോംനിയ GCC ടൂറിന് നാളെ തുടക്കമാകും. അബുദാബി നാഷണൽ തിയേറ്ററിൽ വൈകിട്ട് 7:30 മുതലാണ് ഉദ്ഘാടന ഷോ. ആർട്ടും സയൻസും മാജിക്കും സൈക്കോളജിക്കൽ ട്രിക്കും ഇഴചേർത്താണ് ഇൻസോംനിയ ഒരുക്കിയിരിക്കുന്നത്. മറ്റന്നാൾ ദുബായിൽ 2 ഷോ നടക്കും. ദുബായ് ഷോയുടെ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുതീർന്നു. www.qtickets.com വഴി അബുദാബി ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാം. FNF ഇവന്റ്സ് ആണ് ഇൻസോംനിയ ഒരുക്കുന്നത്. UAE-യിൽ ഷോ അവതരിപ്പിക്കുന്നതിന്റെ ത്രില്ലിലാണെന്നും മകളെപ്പോലെ തന്നെ മെന്റലിസത്തെ സ്നേഹിക്കുന്നതായും ആദി 24-നോട് പറഞ്ഞു. 17 വർഷമായി ലോകം ചുറ്റി പകുതി രാജ്യങ്ങളൊക്കെ കറങ്ങി ആളുകളെ പഠിക്കാൻ, അവരുടെ ഇമോഷൻ പഠിക്കാനാണ്. അപ്പോൾ അത് നമ്മൾ ഈ പഠിച്ച എല്ലാ വാല്യൂസും ഞാൻ കാണിക്കാൻ എനിക്ക് പറ്റുന്നത് എൻ്റെ ഷോയിലാണ്. എനിക്ക് വേറെ സ്റ്റേജിലല്ലോ, ഞാൻ വേറെ ഒന്നും ചെയ്യാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ല, ഞാൻ പരസ്യത്തിൽ പോകുന്ന ആളല്ല, ഞാൻ വേറെ ഒന്നിലും സമയം എനിക്ക് ഇതേ ഉള്ളൂ. ഞാൻ ഒരു ദിവസം ഉറങ്ങാതിരുന്നാൽ എൻ്റെ അർത്ഥം അത്രയും സമയം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒന്നിൻ്റെ പേരിലും ജാപ്രഡൈസ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല. ഇപ്പോൾ എനിക്ക് മോളിലാണ് ഞാൻ ഈ ഷോന് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ മോള് കല്യാണി ഷോയും എനിക്ക് വരെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയും. അപ്പോൾ അത് നമ്മൾ അങ്ങനെയല്ലേ നമുക്ക് അതിനെ പറ്റിയിട്ട്. പ്രവാസി മലയാളികൾ ഷോയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രോഗ്രാം ഡയറക്ടർ ജിസ് ജോയ്. മെന്റലിസം ഷോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ വളരെ ട്രെൻഡായി, പ്രത്യേകിച്ച് ആദിയുടെ ഷോ എന്ന് പറയുന്നത് വളരെ ട്രെൻഡാണ് കേരളത്തിലിപ്പോൾ. ആ ട്രെൻഡിന്റെ ഒരു തുടർച്ചയാണ് ഇവിടെ GCC-യിൽ സംഭവിക്കാൻ പോകുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കരാമയിലെ ഗ്രാൻഡ് എൻട്രി റെസ്റ്റോറന്റിൽ നടന്ന പത്രസമ്മേളനത്തിൽ സ്പോൺസർമാർ ഉൾപ്പെടെ പങ്കെടുത്തു. 24 ദുബായ്. ലുലു സൗദി സംഘടിപ്പിച്ച 3ാമത് വാക്കത്തോൺ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അൽ ഗോബാർ മുനിസിപ്പാലിറ്റിയുടെയും കായിക മന്ത്രാലയത്തിന്റെയും പിന്തുണയോടെയാണ് അൽ ഗോബാർ കോർണിഷിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. സൗദിയിലെ അൽ ഗോബാർ ന്യൂ കോർണിഷ് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു. സുസ്ഥിര വികസനം എന്ന സൗദി അറേബ്യയുടെ വിശാലമായ കാഴ്ചപ്പാടിനോട് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചുള്ളതായിരുന്നു ലുലു സൗദി സംഘടിപ്പിച്ച 3ാമത് വാക്കത്തോണ്. അൽ ഗോബാർ മുനിസിപ്പാലിറ്റി, കായിക മന്ത്രാലയം എന്നിവയുടെ സംയുക്ത പിന്തുണയോടെ സംഘടിപ്പിച്ച വാക്കത്തോണിൽ പങ്കാളികളാകാൻ എത്തിയതാകട്ടെ വിവിധ ദേശക്കാരായ 22,000-ത്തിലധികം പേർ. അൽ ഗോബാർ ന്യൂ കോർണിഷിൽ നിന്ന് ആരംഭിച്ച് 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള വാക്കത്തോൺ ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാക്കത്തോണിനനുബന്ധിച്ച വൈവിധ്യം നിറഞ്ഞ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അറബിക് നൃത്ത സംഗീത വിരുന്നും ഡൊണറ്റ് ഡാൻസും വയലിൻ പ്രകടനവുമെല്ലാം വാക്കത്തോണിൽ പങ്കെടുക്കാനെത്തിയവർക്ക് ആവേശമായി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും സ്ഥലത്ത് നിന്ന് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് ഈ ഒരു പരിപാടി ഇനിഷ്യേറ്റ് ചെയ്തപ്പോൾ ഇത്ര ആൾക്കാർ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇത് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നമ്മളെ നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ്. പങ്കെടുക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. പ്രാവശ്യത്തെ ലുലു വാക്കത്തോണിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഫാമിലിയായിട്ട് ഇത് പങ്കെടുക്കാൻ കഴിഞ്ഞു. എൻജോയ്. താങ്ക് യു ലുലു. ഇറ്റ് വാസ് വെരി ഗുഡ്. അല്ലകൊല്ലം പങ്കെടുത്തിട്ടുണ്ടാവും. ആൻഡ് താങ്ക് യു ലുലു ഫോർ ഓർഗനൈസിംഗ് ദിസ്. ഈ പരിസ്ഥിതി സംരക്ഷണമടക്കം മുൻനിർത്തി സുസ്ഥിര വികസനം എന്ന സൗദിയുടെ കാഴ്ചപ്പാടിനോടുള്ള ലുലുവിന്റെ പ്രതിബദ്ധത ഒരിക്കൽ കൂടി വിളിച്ചോതുന്നതായിരുന്നു 3ാമത് ലുലു വാക്കത്തോൺ. We're all part of a cricket team and it was so much fun from beginning till the end. Thank you so much. ഞങ്ങൾ ലുലു വാക്കത്തോണിൽ 3ാമത്തെ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത്. രാജ്യക്കാരും മറ്റും എല്ലാവരും കൂടെ ആയിട്ട് ഒന്നിച്ച് നല്ലൊരു എനർജി ആയിരുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ച് 3ാം തവണയും വാക്കത്തോൺ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ലുലു സൗദി ഡയറക്ടർ അറിയിച്ചു. ലുലു നടത്തി വരാനുള്ള വാക്കത്തോൺ ഈ വർഷവും വളരെ ഗംഭീരമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റാഫുകളുടെയും ഇവിടുത്തെ ദമാം ആൻഡ് കോബാർ മുനിസിപ്പാലിറ്റി, പോലീസ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി, പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഈ ജനങ്ങളെ, ഞങ്ങളുടെ കസ്റ്റമേഴ്സും ഈ സ്ഥലത്തുള്ള എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാവുന്നതാണ്. എല്ലാവരോടും ലുലുവിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ നന്ദി പറയുകയാണ്. മനുഷ്യക്കടലായി മാറിയ മാരത്തോണിൽ മുതിർന്നവർക്കൊപ്പം കുട്ടികളും പങ്കെടുത്തു. അവരും കൊച്ചു ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. സുബൈറുദ്ദീൻ, 24 ദമാം. അസാമാന്യ ഉൾക്കരുത്തോടെ തന്റെ കുടുംബത്തെ മരണക്കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഓസ്റ്റിൻ എന്ന 13-കാരനെ കുറിച്ചാണ് ഇന്ന് ഓസ്ട്രേലിയ ചർച്ച ചെയ്യുന്നത്. ആ മരക്കരുത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പെനീന മാത്യു ചേരുന്നു. പെനീനയിലേക്ക്.
ക്വിൻഡലപ്പിലെ അവധിദിന ആഘോഷത്തിനിടെ വിനോദത്തിനായി കാറ്റ് നിറച്ച പാഡിൽ ബോർഡിലും ഒരു കയാക്കിലുമായി കടലിലേക്ക് ഇറങ്ങിയതായിരുന്നു ജോവാൻ ആപ്പിൾബിയും തൻ്റെ 3 മക്കളും. 1 മണിക്കൂർ കടലിൽ ചിലവഴിച്ച് തിരിച്ചെത്തിയാൽ കഴിക്കുവാനുള്ള ഭക്ഷണവും കുടിവെള്ളവും മറ്റ് സാധനങ്ങളും തീരത്ത് കരുതി വെച്ചായിരുന്നു ശാന്തമായ കടലിൽ തുഴച്ചിലിനിറങ്ങിയത്. വളരെ പെട്ടെന്നായിരുന്നു കടൽ പ്രക്ഷുബ്ധമായതും വീശിയടിച്ച കാറ്റിൽ അമ്മയും മക്കളും ആഴക്കടലിലേക്ക് ഒഴുകിപ്പോയതും. സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ജോവാൻ കുട്ടികളെ നടുക്കടലിൽ തനിച്ചാക്കാൻ കഴിയില്ലെന്ന ബോധ്യത്തോടെ തൻ്റെ മൂത്ത മകനായ ഓസ്റ്റിനോട് കയാക്കുമായി കരയിലേക്ക് പോയി സഹായം അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഓസ്റ്റിൻ കയാക്ക് തുഴയാൻ തുടങ്ങിയെങ്കിലും തിരയടിച്ച് വെള്ളം ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു തുഴയും നഷ്ടപ്പെട്ടു. കയാക്കുമായി തീരത്തെത്തുക ദുഷ്കരമാണെന്ന് ബോധ്യമായ ഓസ്റ്റിൻ ആദ്യം കയാക്ക് ഉപേക്ഷിച്ച് ഭീകരന്മാരായ ബുൾ സ്രാവുകൾ അധിവസിക്കുന്ന കടലിലേക്ക് ചാടി നീന്താൻ തുടങ്ങി. തുടർന്ന് ലൈഫ് ജാക്കറ്റ് വേഗത്തിൽ നീന്തുന്നത് പ്രതിബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞ് ഭയത്തോടൊപ്പം അതും കടലിൽ ഉപേക്ഷിച്ച് മാരത്തോൺ നീന്തൽ തുടർന്നു. 4 മണിക്കൂർ സമയമെടുത്താണ് ഓസ്റ്റിൻ തീരത്തെത്തിയത്. തീരത്തെത്തിയ ഓസ്റ്റിൻ പിന്നെയും വിജനമായ കടൽ തീരത്തിലൂടെ 2 കിലോമീറ്റർ ഓടിയാണ് തങ്ങളുടെ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് എത്തിച്ചേർന്നത്. ശേഷം അമ്മയുടെ ബാഗ് തുറന്ന് മൊബൈൽ ഫോൺ എടുത്ത് എമർജൻസി നമ്പറിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഒരു ഹെലികോപ്റ്റർ, ഒരു പ്ലെയിൻ, പിന്നെ ഒരു ബോട്ടും രക്ഷാപ്രവർത്തനത്തിന് വേണമെന്നായിരുന്നു അഭ്യർത്ഥന. പെട്ടെന്ന് തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള മൾട്ടി റെസ്ക്യൂ ടീം പ്രവർത്തനം ആരംഭിച്ചു. വൈകിട്ട് 8:30 ജോവാനെയും മക്കളെയും കണ്ടെത്തുമ്പോൾ അവർ കരയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരെയായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഓസ്ട്രേലിയക്കാരുടെ അതിമാനുഷിക ഹീറോയായ ഓസ്റ്റിനെയും കുടുംബത്തെയും വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്രീമിയർ പാർലമെന്റിലേക്ക് പ്രത്യേകം അഭിനന്ദനത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്. ഓസ്റ്റിന്റെ ദൃഢനിശ്ചയവും ധീരതയുമാണ് ആ കുടുംബത്തിന്റെ മുഴുവൻ ജീവൻ കാത്തത്. മാനവരാശിക്ക് ഒരു പാഠം. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി പെനീന മാത്യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.